ഓ എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം ഞാന് നിങ്ങളെ കണ്ടത് എനിക്ക് പല ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്തും. പക്ഷെ ഇവിടുന്ന് ഞാൻ വളരെ സർപ്രൈസ് ആണ് നിങ്ങളെ കണ്ടത്. ഭയങ്കര സന്തോഷമായി. സന്തോഷം, എനിക്കും സന്തോഷം. നൗഷാദ് എന്നല്ലേ പേര്? നൗഷാദ് മങ്കട അല്ലേ? ഞാനിപ്പോ നിങ്ങളെ റൂമിന് വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ പേജൊക്കെ കണ്ടു. നല്ല രസമുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത് ഈ ചൈനയെ പോലെ തന്നെയാണ് ദുബായ്. നിങ്ങൾ ദുബായിലല്ലേ വർക്ക് ചെയ്യുന്നത്? തീർച്ചയായും. ദുബായിലെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചൈന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ദുബായിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് തരുന്നത്. ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ദുബായ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരന് പോലും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാം. നല്ല അവസരങ്ങളാണ്. ചൈന എനിക്ക് തോന്നുന്നത് ശരിക്ക് കുറെ അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കുക. തീർച്ചയായും നമ്മുടെ ലോകത്തിന് ഇഷ്ടംപോലെ അവസരങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് മാത്രമല്ല, അത്ഭുതപ്പെട്ടത് ഇവിടെ വന്നപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മുട്ടിന് പെട്രോൾ പമ്പുകളാണ്. പക്ഷെ ഇവിടെ പെട്രോൾ പമ്പുകൾ കുറവാണ്. അപ്പൊ ഞാൻ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ സംഭവം ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കലിലേക്ക് മാറിയിട്ടുണ്ട്. അതിനും ഞാൻ കാരണം അന്വേഷിച്ച് നോക്കി. അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് നമ്മളൊരു 80% ഇലക്ട്രിക്കലിലേക്ക് മാറിയപ്പോ എയർ പൊല്യൂഷൻ കുറഞ്ഞു. അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷനും കുറഞ്ഞു. അതായത് ഇവിടെ വന്നാൽ ശരിക്കും ഇത്രയും തിരക്കുള്ള ടൗണിൽ പോലും സൗണ്ടും അത് മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സൈലന്റ് ആണ് ഇവിടെ. എന്തായാലും നല്ലൊരു സംഭവമാണ് ചൈന. തീർച്ചയായും. ചൈനയിൽ ശരിക്ക് ബിൽഡിങ്ങുകളും പിന്നെ ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിലും ശരിക്ക് ഫുൾ ഗ്രീനറി, നമുക്ക് ഒരു വ്യത്യസ്ത അനുഭവമാണ് അല്ലെ? ഒരു ബിസിനസ്സുകാരന് സംശയമല്ല, ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ എനിക്ക് വേറെ കാര്യം എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായത്, ഇവര് ശരിക്കും ഞാൻ വിചാരിച്ചത് അവരൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്നാണ്. കാരണം അവര് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല, നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അവര് ഒരു നല്ല കൾച്ചർ ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. വന്ന സമയത്താണ് അവരാ ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്.